കുടലിന്റെ ആരോഗ്യത്തിന് ധാരാളം ഫൈബർ അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കണമെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവാം. ഇതുപോലെയുള്ള ഫൈബർ തന്നെ നമ്മുടെ കുടലിന്റെ ആരോഗ്യത്തെ മോശമാക്കാനും സാധ്യതയുണ്ട്. ഫൈബർ എന്ന് പറയുമ്പോൾ ഭക്ഷണത്തിൽ അടങ്ങിയിരിക്കുന്ന ഫൈബറുകളെ രണ്ടായിട്ട് നമുക്ക് തരംതിരിക്കാം: സോലിബിൾ ഫൈബർ, ഇൻസോലിബിൾ ഫൈബർ. സോലിബിൾ ഫൈബർ അടങ്ങിയിരിക്കുന്ന ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കുമ്പോൾ അത് ഭക്ഷണത്തിൽ ലയിച്ച് ഒരു ജെല്ല് പോലെ അത് ഫോം ചെയ്യുകയും നമ്മുടെ വയറ്റിൽ നിന്ന് ദഹിച്ച ഭക്ഷണങ്ങൾ കൃത്യമായിട്ട് മലശോധനയിലൂടെ നമുക്ക് കൃത്യമായ ഒരു മലശോധന തന്ന് അത് പുറത്തു പോകാനായിട്ട് സഹായിക്കും. പ്രത്യേകിച്ച് ഓട്സ്, പഴവർഗ്ഗങ്ങളിൽ ആണ് കൂടുതലായിട്ടും സോലിബിൾ ഫൈബർ കണ്ടുവരുന്നത്. രണ്ടാമതായിട്ടുള്ളത് ഇൻസോലിബിൾ ഫൈബർ ആണ്. വെള്ളത്തിൽ അലിയാത്ത ഫൈബറുകൾ, പ്രത്യേകിച്ച് തവിടുള്ള ധാന്യങ്ങളിലൊക്കെ ഇങ്ങനെയുള്ള ഫൈബറുകളുണ്ട്. ഇത് കഴിക്കുമ്പോഴും നമ്മുടെ മലത്തെ അത് ബൾക്കാക്കാനും അതുപോലെ തന്നെ മലബന്ധം ഉണ്ടാകാതെ സുഗമമായിട്ട് പുറന്തള്ളാനും ഇതും സഹായിക്കുന്നുണ്ട്. ഇത് കുടലിന്റെ ആരോഗ്യത്തിന് അല്ലെങ്കിൽ കുടലിന്റെ ആരോഗ്യ പ്രശ്നമുള്ളവർക്ക് ഇത് എല്ലാവർക്കും കഴിക്കാമെന്ന് ചോദിക്കുകയാണെങ്കിൽ കൂടെ വയറിളകി പോകുന്നവർ ഇത് കഴിക്കുന്നത് നല്ലതല്ല. ഒരു പരിധിവരെ ആ ബുദ്ധിമുട്ട് അത് കൂട്ടാനായിട്ടാണ് കാരണമാകുകയുള്ളൂ. അതുപോലെ തന്നെ കോൺസ്റ്റിപ്പേഷൻ, മലബന്ധമുള്ളവരിലും ഇത് കഴിക്കുമ്പോൾ നമുക്ക് കൃത്യമായ ഒരു മലശോധന ലഭിച്ചു വരുന്ന ആ ഒരു സമയത്ത് ഇത് ഒന്നല്ലെങ്കിൽ ആ ഫൈബർ കഴിക്കുന്നതിന്റെ അളവ് കുറച്ചു കൊണ്ടിരിക്കുകയോ അല്ലെങ്കിൽ നോർമൽ ലെവലിൽ മെയിൻറ്റെയിൻ ചെയ്യാനോ ശ്രമിക്കുക. അല്ലെങ്കിൽ ഈ മലബന്ധം കൂട്ടാനായിട്ടും ഈ ഫൈബർ തന്നെ കാരണമാകും. പിന്നെ ചുരുക്കം ചിലരിൽ ഫൈബർ അമിതമായിട്ട് കഴിക്കുന്നത് ഇതുപോലെ വയറ് വീർത്ത് കെട്ടി വരികാനും ഗ്യാസിന്റെ പ്രയാസം ഉണ്ടാവാനും ആസിഡ് റിഫ്ലക്സിന്റെ സിംറ്റംസ് ഉണ്ടാവാനും കാരണമാക്കുന്നുണ്ടെന്ന് പഠനങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഫൈബർ കഴിക്കുമ്പോൾ നമ്മളത് മിതത്വത്തിൽ കഴിക്കുക, നമ്മുടെ രോഗാവസ്ഥയെ തിരിച്ചറിഞ്ഞ് കഴിക്കുക. അതല്ലെങ്കിൽ അത് ഗുണത്തിന് പകരം ദോഷമേ ചെയ്യൂ.